ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് ടൊമാറ്റോയുടെ ഫ്ലേവറിലാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോവല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ്. ഇതുപോലെ ഒരു ഗ്രേറ്റഡ് എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഇതിൻ്റെ വലിയ ആ വട്ടത്തിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ 2 എണ്ണവും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചിയുടെ ഒരു പീസും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറേ ഒന്നും വേണ്ട കേട്ടോ, ചെറിയ പീസ് ഇഞ്ചി മതി. 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് പൊടികൾ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിന് കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് നല്ല ജീരകം ചേർക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഫ്ലേവർ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. തക്കാളിക്ക് തന്നെ നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനൊരു 15 മിനിറ്റാണ് വെക്കുന്നത്. വേറൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരു 15 മിനിറ്റാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കുക. അപ്പോൾ എത്രത്തോളം സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നു അത്രയും മാവ് നമ്മുടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടി എടുക്കൂലേ, അതുപോലെ ഒരു ഉരുള ഇതിൽ നിന്ന് എടുക്കാം. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയ ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ. കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി കൊടുക്കണം. കയ്യിൽ കുറച്ച് ഓയിൽ തടവി എടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഒന്ന് ഉരുട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യാണ്. നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുത്തോളൂ. നമുക്കിതിനെ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കുക ചെയ്യേണ്ടത്. ഞാനിവിടെ കുറച്ച് മാവ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ 2 സൈഡും തിരിച്ച് വെച്ച് നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വട്ടത്തിൽ ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷം കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ നേരിട്ട് ചപ്പാത്തി ചുടുന്നത് പോലെ ഇങ്ങനെ നേരിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പം ഇതിന് മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഭാഗത്തേക്ക് വീണ്ടും കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഓയിലൊന്ന് തടവി കൊടുത്തു. കുറച്ച് മാവും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കൈ വെച്ചിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി മാവ് ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും വട്ടത്തിൽ നമ്മൾ നേരത്തെ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചപ്പാത്തി പരത്തുന്നവർക്കാണെങ്കിൽ ആ ഒരു ഷേപ്പ് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ എന്നെപ്പോലെ വല്ല ആണ്ടിലും കൊല്ലത്തിലൊക്കെ ചപ്പാത്തി എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പരത്തിയ ശേഷം ഇതുപോലൊരു വട്ടത്തിൽ പ്ലേറ്റോ പാത്രം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല വട്ടത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് നമ്മുടെ ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ചപ്പാത്തിയൊക്കെ പാനിൽ കിടന്നങ്ങ് മൊരിയാനായിട്ട് പാടില്ല കേട്ടോ. ഒരു 30 സെക്കൻഡ് മതി ഒരു സൈഡൊന്ന് ചൂടായിട്ട് കിട്ടാനായിട്ട്. അപ്പം ഈ ഒരു സൈഡൊന്ന് ചൂടായിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സൈഡും കൂടി ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഒരു 30 സെക്കൻഡ് കൊണ്ട് ഈ ഒരു സൈഡും കൂടി ഒന്ന് ചൂടായിട്ട് വരും. അപ്പം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാണ്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പം അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വിടുകയാണ്. ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും കൂടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിലാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനെ തിരിച്ചും മറച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, ചുട്ടെടുക്കേണ്ടത്. കുറേ സമയം പാനിലിട്ട് മുരിച്ചെടുക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ട് പാനിലിട്ട് മുരിക്കാതെ ഓരോ 30 സെക്കൻഡും തിരിച്ചും മറച്ചിട്ട് കൊടുത്ത് തന്നെ ഇതൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. തീ കൂട്ടിയിടരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. വല്ലാതെ കുറച്ചിടുകയും ചെയ്യരുത്, അതുപോലെ തന്നെ വല്ലാതെ കൂട്ടിയിടുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ 2 സൈഡ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയും മതി. ഞാനതിനെ കോരിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോയുടെ ഫ്ലേവറിലുള്ള ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. നമ്മളിത് സാധാരണ ചപ്പാത്തിക്ക് കഴിക്കുന്ന കറികളുടെ കൂടെ കഴിക്കാം. അതല്ല കുറച്ച് സോസ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്ത് 3 ഓപ്ഷൻസ് കാണിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ മറ്റ് വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് വലിയൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക്